ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് ആയാലോ വിചാരിച്ചു. ഞങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിദ്യ വന്നിട്ടുണ്ട്, ഞാനും ദിയയും വിദ്യ ഒക്കെ കൂടെ ഒന്ന് ചുമ്മാ ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ കാണാം. ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ആയി പോയി, കണ്ടോ? അറിയാണ്ടാട്ടോ. ഹായ്. ഞങ്ങൾ എത്തിയത് ബേൽപൂരി സെൻറ്ററിലേക്കാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ എപ്പോൾ പോയാലും ഇവിടെ പോയി കഴിക്കലുണ്ട് കേട്ടോ ബേൽപൂരി. അപ്പോൾ ഞങ്ങൾ പാഴ്സൽ മേടിക്കാനാണ് എത്തിയത്. അപ്പോൾ അടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിദ്യയും കൂടെ നൈസായിട്ട് അത് നോക്കി നിൽക്കുമായിരുന്നു കുറച്ച് നേരം. ആ പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ഇങ്ങനെ ആൾക്കാർ, ആനപ്പറമ്പ്, ആനക്കുളം എന്നൊക്കെ പറയും, ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ നടക്കാനൊക്കെ വരും. അവിടെയാണെങ്കിൽ അവിടെ ഇരുന്ന് ആ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ നല്ല വെയിലായിരുന്നു, അന്ന് വെയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ കുളത്തിൽ നല്ല ആഴമുണ്ട് കേട്ടോ, കുറേ പേര് മരിച്ചിട്ടുണ്ട്. എനിക്ക് ആ പിള്ളേർ ചാടണ കളിക്കണം കണ്ടിട്ട് എനിക്കത്ര സേഫായിട്ട് തോന്നുന്നില്ല. ഇവിടെ ഇങ്ങനെ ആൾക്കാർ രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ വരും. പ്രായമായിട്ടുള്ളവരാണെങ്കിൽ വന്നിങ്ങനെ ഇരിക്കും. അവർക്ക് കുറച്ച് റിലാക്സേഷൻ ആണല്ലോ. ഞങ്ങളും ഇപ്പോൾ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിലും രാത്രിയൊക്കെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ഇങ്ങനെ നടക്കും. കുറേ ആയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിയെടുത്തതാണ് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ശ്മശാനമാണ്, അപ്പുറത്തൊരു പാർക്കുണ്ട്, ആൾക്കാർ കളിക്കണ ഒരു ഏരിയ ആണ് അവിടെ. ഗാർഡനിങ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്യുക. കുറേ ചെടി ഉണ്ടായി കരിഞ്ഞു എന്ന് തോന്നുന്നു. ഗായ്സ്, ഇത് ഞാൻ സ്കൂളിൽ പോണ വഴിയായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയായി, നേരത്തെ ചെളിയായിരുന്നു ഫുള്ള്. ഇന്നത്തെ ബേൽപൂരിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഈ അമ്മാമ്മയുടെ കടയിൽ ഒരു ഇഞ്ചി സോഡ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഇഞ്ചി സോഡ മാറ്റി പിടിച്ച് ജീരക സോഡയാണ് കുടിച്ചത്. ഇവിടെ ഞങ്ങൾ വരലുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ പോയത് അനുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പോയി ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. അതൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ചായ കൂടിയായി. തീറ്റയോട് തീറ്റയായിരുന്നു അന്ന്. പേസ്ട്രി ചുമ്മാ ബേക്ക് ചെയ്തത്. അനു താളി ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞതേ എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ടൈമായി, ഒരു 8 മണിയായി. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക്. ഗായ്സ്, തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.